ഫെഡറൽ ബാങ്കിൽ എങ്ങനെയാണ് നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്യാം. ഫെഡറൽ ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഈ കാർഡിൽ കൊടുക്കാം. ലോഗിൻ ചെയ്ത ശേഷം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ അക്കൗണ്ട്സ് എന്ന ഓപ്ഷനിൽ ഓപ്പറേറ്റീവ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീനാണ് ലഭിക്കുക. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ട്രാൻസാക്ഷൻസ് കിട്ടാനായിട്ട് മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ ഓപ്ഷൻസ് ആയിട്ട് ഇവിടെ മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഞാനിതിന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏത് ഡേറ്റ്സിലെ ട്രാൻസാക്ഷൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഡേറ്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജൂൺ 16 മുതൽ ഈ കറണ്ട് ഡേറ്റ് വരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്താൽ മതിയാവും. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് 1 മന്ത് ട്രാൻസാക്ഷൻസിൻ്റെ മാത്രം ലഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ലാസ്റ്റ് 2 മന്ത്സിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ലഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഉണ്ട്. പിന്നെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ മാത്രം അല്ലെങ്കിൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ മാത്രം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രം നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻസും ഉണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് അവിടെ ലാസ്റ്റ് ഇപ്പം ഞാനിവിടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ട്രാൻസാക്ഷൻസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ലൈവായിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടും. അതുപോലെ തന്നെ നമുക്കത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫോമാറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫോമാറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഫോമാറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇവിടെ ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.